അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ JK ചിന്നുമോളെയും വിളിച്ചുകൊണ്ട് ഹോട്ടലിലേക്ക് വരികയാണ് കേട്ടോ. അതിനുശേഷം അവരോട് കീ ചോദിക്കുമ്പോൾ ഇതാരാണ് സാറേ, ഇതും സാറിൻ്റെ ആരാധകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇത് ആരാധകയൊന്നുമല്ല, കീ തായോ എന്ന് പറയുമ്പോൾ ആ ഹോട്ടലിലെ ജീവനക്കാരനെ എടുത്തിട്ട് ഒരു മദ്യക്കുപ്പി കൊടുക്കുകയാണ് കേട്ടോ. മദ്യക്കുപ്പി കൊടുക്കുമ്പോൾ ഇതെനിക്ക് വേണ്ട, ഇത് നല്ല ഐറ്റമാണ് സാറേ എന്ന് ചോദിക്കും. ഇതെനിക്ക് വേണ്ട, ഇതവിടെ വെച്ചേക്ക്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മരിച്ചു പോകും, ഇത് കീ തായോ എന്നിങ്ങനെ, റൂമിൻ്റെ കീ തായോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ മകളാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. JK ആ സാറിൻ്റെ മകളാണോ, ഒരേപോലെയുണ്ട് ചായ, രണ്ടുപേരും ഒരേപോലെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയണം. അതിനുശേഷം ചാവി കൊടുക്കണം കേട്ടോ. പിന്നീട് JK ചിന്നുമോളെയും കൊണ്ട് റൂമിൽ വന്ന് റൂം തുറക്കണം കേട്ടോ. റൂം തുറന്നതും റൂം ആകെ അലങ്കോലമായി കിടക്കുകയായിരിക്കും. അത് ചിന്നുമോൾ കണ്ടുകൊണ്ട് JK പറയുന്നുണ്ട്, ഞാനിവിടെ തനിയെയാണ് താമസിക്കുന്നത്, തനിയെ താമസിക്കുന്ന ഒരാളുടെ റൂം ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഒരു കോമാളിയുടെ റൂം പോലെ ഇല്ലേ, അങ്ങനെയാണ് സാധാരണ, അങ്ങനെ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ചിന്നു ആകെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം JK ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛനും അമ്മയും ആരാണ്, അവരുടെ ഫോൺ നമ്പർ തായോ, വിളിച്ച് വിവരം പറയും, അവർ വരട്ടെ, മോളെ എന്തായാലും ഞാൻ തനിയെ പറഞ്ഞയക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഒരു അഡ്വക്കേറ്റാണ്, അച്ഛനും അഡ്വക്കേറ്റാണ്, വിജയശങ്കറാണ്, പക്ഷെ അവർ രണ്ടുപേരും വേർപിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. ഓഹോ, എനിക്കറിയാം വിജയശങ്കർ, അയാൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയണം. അമ്മ മോളെ നോക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചില്ല എന്ന് പറയണം, അതൊക്കെ വെറുതെയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം വിജയശങ്കറിൻ്റെ കാര്യം JKക്ക് അറിയുമല്ലോ. പിന്നീട് JKയോട് മോളിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, ഞാൻ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. റൂം വൃത്തിയാക്കിയിട്ട് പിന്നെയും ഇങ്ങനെ തന്നെ ആവും മോളെ എന്നിങ്ങനെ പറയണം. അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ചിന്നു ആ റൂമൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ. റൂം വൃത്തിയാക്കുമ്പോൾ തന്നെ പുസ്തകം കാണും. അങ്കിൾ പുസ്തകമൊക്കെ വായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പുസ്തകമൊക്കെ വായിക്കും എന്നിങ്ങനെ പറയണം. അതേസമയം ചിന്നു അന്ന് ആ കടയിൽ നിന്ന് പേന വാങ്ങി കൊടുത്ത് അവിടെ കാണുമ്പോൾ ചോദിക്കും, മകളെ നമ്മൾ തമ്മിൽ മുൻപും കണ്ടിട്ടുണ്ട്, ഈ പേന എടുത്ത് തന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അത് ശരിയാണ്, എനിക്ക് ഓർമ്മയുണ്ട്, എന്താ ഈ പേന ഉപയോഗിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, ഞാൻ അതാണ് എടുത്ത് വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നുവിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. പിന്നീട് ചിന്നു അർച്ചനയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ആകെ ടെൻഷനാകുകയാണ്. മോളെ നീ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ഹോട്ടൽ റൂമിൽ ഒരു അങ്കിൾ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മ ഞാൻ ഇവിടെയാണ്, അമ്മ എത്രയും പെട്ടെന്ന് വരണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം JK ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ, മോളോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. അതേപോലെ ചിന്നു മോൾ ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ എവിടെയാണ് എന്ന് ചോദിക്കും. മോളെ എൻ്റെ പേരോ ഊരോ അതൊന്നും ഒരു പ്രസക്തിയല്ല, എനിക്ക് മോളെപ്പോലെ ഒരു മോളുണ്ടായിരുന്നു, ഇത്ര തന്നെ ആയിട്ടുണ്ടാകുമായിരുന്നു, അവളൊരു 6 വയസ്സാകുമ്പോൾ അവൾക്കൊരു പനി വന്നിട്ട് മരിച്ചു പോയി എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ ചിന്നുവിനാകെ സങ്കടമാവും, ചോദിക്കണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ചിന്നുവിൻ്റെ അടുത്തേക്ക് വരികയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് വിജയശങ്കർ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചന്ദ്രയും കൂടി ഫോൺ ചെയ്തിരിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തെന്നെയാണെങ്കിലും ശരി, വിജയേട്ടനെ ആരും ഫീസ് തരാതെ കബളിപ്പിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അതാണല്ലോ എൻ്റെ കഴിവ് എന്ന് പറയണം. പെട്ടെന്ന് തന്നെ ആര്യ അവിടെ നിന്ന് ഓടിക്കതച്ച് വരികയാണ് കേട്ടോ. എന്താ മോളെ ഇന്ന് ട്യൂഷന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നുവിനെ ഒരാൾ കൊണ്ടുപോയി ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി എന്നിങ്ങനെ പറയും. ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോവേ, അതെ അവളെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയും. ആരാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിന്നു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവളുടെ പിന്നിൽ തന്നെ പോയി, ഇന്ന അവിടെയുള്ള സ്ഥലമെല്ലാം ചിന്നു പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വിജയശങ്കറിന്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കാകെ ദേഷ്യം വരികയുണ്ട്. അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, നീ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ അവസരത്തിൽ അർച്ചനയെയും ചിന്നുവിനെയും കുറ്റപ്പെടുത്തുകയാണ്. അത് കേൾക്കുമ്പോൾ വിജയശങ്കറിന് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. നീ ഇപ്പോൾ കുറ്റപ്പെടുത്താനുള്ള സമയമല്ല, നീ വായോ നമുക്ക് വേഗം പോകുക എന്ന് പറഞ്ഞിട്ട് വിജയശങ്കറും ചന്ദ്രയും കൂടിയിട്ട് ആ ഹോട്ടൽ റൂമിലേക്ക് പോകുകയാണ് കേട്ടോ. ആ ഹോട്ടൽ റൂമിൽ പോയിട്ട് ചിന്നു അച്ഛനെ കണ്ടത്, നിങ്ങളെത്തിയോ എന്ന് ചോദിക്കും. നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത് ഇവിടെയാണ് ഞാനുണ്ട് എന്ന്, ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്, ഞാൻ അമ്മയാണല്ലോ വിവരം അറിയിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം നിന്നോട് ആരാ ഇവളെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്, നീ എന്തിനെങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ ഈ സാറല്ല എന്നെ പിടിച്ചിട്ട് വന്നത്, വേറെ ആൾക്കാരാണ്, ഗുണ്ടകളാണ് എന്നെ പിടിച്ചിട്ട് വന്നത് എന്നിങ്ങനെ പറയണേ. എത്ര നേരമായിട്ട് നിൻ്റെ അമ്മ വന്നില്ലല്ലോ, നിൻ്റെ അമ്മ എവിടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് ചന്ദ്രയും വിജയശങ്കറും കൂടിയിട്ട് ചിന്നുവിനോടും JKനോടും അങ്ങനെ കയർത്ത് സംസാരിക്കുകയാണ്.